നമ്മുടെ ഈ കുട്ടേട്ടൻ അഥവാ സിജു ഡേവിഡ്, ഈ സിജു ആണല്ലോ കൊടൈക്കനാലിൽ പോയി നമ്മുടെ ആ കേവിലിറങ്ങി ഈ നമ്മുടെ സുഭാഷിനെ രക്ഷപ്പെടുത്തിയത്. ഒരുപക്ഷെ ഒരു സുഹൃത്തും ധൈര്യപ്പെടാത്ത കാര്യമാണ് സിജു ഡേവിഡ് ചെയ്തത്. അത് രാഷ്ട്രപതി വരെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അംഗീകരിച്ചെങ്കിലും സിജു ഡേവിഡിന് ഇതുവരെ ഒരു പണി കിട്ടില്ലെന്നാണ് സിജു ഡേവിഡിന്റെ സഹോദരൻ പറയുന്നത്. എന്താ പേര്? എന്റെ പേര് ബിജു. എന്താ പറ്റിയത്? ഇത്രയും രാഷ്ട്രപതി അവാർഡൊക്കെ കിട്ടിയെങ്കിലും നമ്മളെ സർക്കാർ ഒരു ജോലി കൊടുക്കുക ഒന്നും ചെയ്തില്ല. അവന്റെ വീട് എന്റെ വീടൊക്കെ ഈ FAC ഒരു 500 മീറ്ററിന്റെ ഉള്ളിലാണ്. ഒരു ജോലി പുള്ളിക്ക് കൊടുത്തില്ല. എല്ലാവരും അംഗീകരിക്കും. ഇനി സിനിമാ നിർമ്മാതാക്കളും എന്തെങ്കിലും അവരെ സഹായിക്കും. അത് ശരിയായ നമ്മള് സിനിമാ നിർമ്മാതാക്കൾക്കിട്ട് നമ്മൾ പണിഞ്ഞു എന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മൾ പണിഞ്ഞു എന്ന് വിചാരിക്കരുത്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഈ മഞ്ഞുമൽ ഒറിജിനൽ ബോയ്സിന് വേണ്ടി ചെയ്താലേ അതൊരു വലിയ കാര്യമായിരിക്കും. കാര്യം അവരുടെയൊക്കെ കാര്യം നമ്മളിപ്പോ അവർ ഫേമസ് ആയി പ്രശസ്തരായി എന്നല്ലാതെ വലിയ പാടാ. അപ്പൊ ഞാൻ പറഞ്ഞ അവർക്കൊരു എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഈ കളക്ഷൻ നിങ്ങളെ രോഗിച്ചു തോന്നണ്ട, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ വലിയ കാര്യമായിരിക്കും. അപ്പൊ എന്തൊക്കെയാ കാര്യങ്ങള്? നാദുഷയുടെ സഹോദരൻ വലിയ പാട്ടുകാരനാണ് കേട്ടോ ആള്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞുമൽ ബോയ്സ് സംഭവം സൂപ്പർ ഹിറ്റാണ്. അത് പ്രമാണിച്ച് നമ്മളൊരു മഞ്ഞുമൽ മോർണിംഗ് നടത്തിയതാണ്. അപ്പൊ എനിക്കൊത്തിരി തളർത്തോട്ട് കയറിയിരുന്നു. കാര്യം ഒരു ഗായകനെ വിഷമിക്കാൻ പാടില്ല. അപ്പൊ നമുക്കൊരു ആ മഞ്ഞുമൽ ബോയ്സിലെ ആ റാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പൊ കേൾപ്പിച്ചു കൊടുത്തു. കണ്ടോ പടം? അഭിനയിച്ചോ? അയ്യോ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ കിടിലമായി. അപ്പൊ ഒരു കാര്യം ഞാൻ അതിനകത്ത് 2 ലൈൻ പാടുക. പാട്ടുകാരനെ കണ്ടാ പിന്നെ വിടാൻ പാടില്ല. അതില് മറ്റേ വേടൻ പാടി നമ്മൾ കൊടുത്തു. വേറെ പാട്ടായാലോ? വേറെ അതിനകത്ത് ഇഷ്ടമുള്ള പാടിക്കും. ഇനിയിപ്പോ നമ്മൾ ഈ വൈകി വേളയിൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ താങ്കൾ ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. ഏതായാലും പാട്ടല്ലേ? പൊന്മാനെ പൂന്തേനെ നീ മിന്നിത്തെന്നും മീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ ഒരു വട്ടം മെയിൽ തൊട്ടോട്ടെ ഒരു കൂട്ടം കാതി ചെന്നോട്ടെ മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാലാരും വീഴും ചിങ്കാര പൊന്നും തീടമ്പേ വിടർന്ന കടമ്പേ. ഇത് എനിക്കറിയാം. അപ്പൊ ഷൂട്ടിലാണ്. അപ്പൊ ഗായകനെ ഓടിച്ചിട്ട് പിടിക്കാന്ന് പറയാം. അതായത് സംഭവിച്ചത്. ഓക്കെ, താങ്ക് യു.